ഹേ ബ്യൂട്ടിഫുൾ സോൾസ്, ദിസ് ഈസ് അനിൽ. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു സമ്മറൈസേഷനാണ്. AJ ക്രോണിൻ എന്ന് പറയുന്ന എഴുത്തുകാരനാണ് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതൊരു അനക്ഡോട്ടാണ് എന്ന കാര്യം കൂടിയിട്ട് നിങ്ങൾ ഓർത്തു വെക്കുക. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, ഡോക്ടർ AJ ക്രോണിൻ. ഡോക്ടർ AJ ക്രോണിൻ വാസ് ഓൺ ദ വോയേജ് ബാക്ക് ഫ്രം ന്യൂയോർക്ക്. അപ്പോൾ ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കപ്പൽ യാത്രയിലാണ്. ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുന്ന ഒരു കപ്പൽ യാത്രയിലാണ് ഈ ഒരു അനക്ഡോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കഥയിലെ കഥാപാത്രമായിട്ടുള്ള ഡോക്ടർ ക്രോണിൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു. On the second day of the journey, he noticed that one of his fellow voyagers was watching him earnestly. ആ കപ്പൽ യാത്രയുടെ രണ്ടാമത്തെ ദിവസം AJ ക്രോണിൻ ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു സഹയാത്രികൻ തന്നെ വളരെയധികം ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. He ignored him as he wanted to rest to avoid making any boring shipboard contacts. പക്ഷേ തന്നെ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിയെ അവോയ്ഡ് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത്. കാരണം യാത്രക്കിടയിൽ ഉണ്ടാകുന്ന സൗഹൃദങ്ങൾ പലപ്പോഴും ബോറടിപ്പിക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ അദ്ദേഹത്തിന് റെസ്റ്റ് എടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു കോണ്ടാക്റ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി അദ്ദേഹം പരമാവധി ശ്രമിച്ചു. ഡോക്ടർ ക്രോണിൻ സൂൺ റിയലൈസസ് ദാറ്റ് ദ മാൻ വാണ്ടഡ് ടു അപ്രോച്ച് ഹിം ബട്ട് സോ ഡിഫിഡൻറ്റ് ടു ഡു സോ. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. തന്നെ ഒബ്സർവ് ചെയ്യുന്ന വ്യക്തിക്ക് തൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു നാണം കുണുങ്ങിയ സ്വഭാവം അല്ലെങ്കിൽ ആ ഒരു ഷൈനസ് കൊണ്ട് അദ്ദേഹം തൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഓൺ ദ ഫോളോയിങ് ഫോർനൂൺ ഡോക്ടർ ക്രോണിൻ അഗെയിൻ ഒബ്സർവ് ദാറ്റ് ദ മാൻ വാച്ചിങ് ഹിം സീരിയസ്ലി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ ആ ഒരു സഹയാത്രികൻ വളരെയധികം സീരിയസ്നെസ്സോടുകൂടി ഡോക്ടർ ക്രോണിനെ ഒബ്സർവ് ചെയ്യുന്നത് അദ്ദേഹം വീണ്ടും ശ്രദ്ധിച്ചു. This time there was a lady with him, obviously his wife. ഇപ്രാവശ്യം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സ്ത്രീ കൂടെ ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കും. ഡോക്ടർ ക്രോണിൻ knew from his steward that there were Mr. and Mrs. Jones from a suburb of London. അങ്ങനെ തൻ്റെ സഹായിയോട് അത് ആരാണെന്ന് ഡോക്ടർ ക്രോണിൻ ചോദിച്ചു മനസ്സിലാക്കി. അത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ജോണസ് എന്ന് പറയുന്ന കപ്പിൾസ് ആയിരുന്നു. ലണ്ടനിലെ ഒരു സബർബ് ഏരിയയിൽ നിന്നായിരുന്നു അവർ വരുന്നത്. ഓൺ ദ ഫൈനൽ ഡേ ഓഫ് ദ വോയേജ്, encouraged by his wife, the man approached Dr. Cronin and introduced himself. അങ്ങനെ അവസാനത്തെ ദിവസം, ആ കപ്പൽ യാത്രയുടെ അവസാനത്തെ ദിവസം ഭാര്യ അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് ഡോക്ടർ ക്രോണിൻ്റെ മുൻപിലേക്ക് മിസ്റ്റർ ജോണസ് വരുന്നു. എന്നിട്ട് തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. He offered Dr. Cronin his card and said he and his wife had been in the field of social work for the last 15 years. തൻ്റെ കയ്യിലുണ്ടായിരുന്ന വിസിറ്റിംഗ് കാർഡ് ഡോക്ടർ ക്രോണിൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് താനും തൻ്റെ ഭാര്യയും കഴിഞ്ഞ 15 വർഷമായിട്ട് സോഷ്യൽ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്ന കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു. ബട്ട് ഡോക്ടർ ക്രോണിൻ കുഡ് നോട്ട് സ്റ്റിൽ റെക്കഗ്നൈസ് ഹിം. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതാരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഡോക്ടർ ക്രോണിന് സാധിച്ചില്ല. Then man said something in the ears of Dr. Cronin which parted the veil of forgetfulness. അപ്പോൾ അദ്ദേഹം എന്തോ ഒന്ന്, മിസ്റ്റർ ജോണസ് എന്തോ ഒന്ന് ഡോക്ടർ ക്രോണിൻ്റെ ചെവിയിൽ പറഞ്ഞു. അങ്ങനെ ചെവിയിൽ ആ സീക്രട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി തുടങ്ങി. ഡോക്ടർ ക്രോണിൻസ് തോട്ട്സ് സ്പെഡ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് സെഞ്ചുറി. പെട്ടെന്ന് ഡോക്ടർ ക്രോണിൻ്റെ ആ ഒരു ചിന്തകൾ ഒരു 25 വർഷങ്ങൾ പിന്നോട്ട് പോയി. ഹി റിമെമ്പേർഡ് എ ഡ്രെഡ്ഫുൾ ഇൻസിഡൻറ്റ് ഹാപ്പൻ 25 years ago. അങ്ങനെ അദ്ദേഹം 25 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ഒരു ട്രാജിക്കായിട്ടുള്ള ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹം ഓർത്തെടുത്തു. While he was practicing as a young doctor in London, once a police surgeon took him to attend a suicide case. അപ്പോൾ തൻ്റെ പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ഡോക്ടറായിട്ട് ലണ്ടനിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് ഒരു പോലീസ് ഓഫീസർ ഒരു സൂയിസൈഡ് കേസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. A young man had tried to commit suicide in nearby lodge inhaling cooking gas. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ഒരു ലോഡ്ജിൽ ഒരു ചെറുപ്പക്കാരൻ ആ ഒരു ഗ്യാസ് തുറന്നു വിട്ട് മരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു അന്നുണ്ടായത്. After an hour of strenuous efforts with the help of the sergeant of police and the landlady of the lodge, Dr. Cronin succeeded in bringing the young man back to life. അങ്ങനെ 1 മണിക്കൂറോളം വളരെ കഷ്ടപ്പെട്ട് ആ ഒരു പോലീസ് സർജൻ്റെയും അതുപോലെ ആ റൂമിൻ്റെ ഉടമസ്ഥയുടെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ആ ചെറുപ്പക്കാരനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഡോക്ടർ ക്രോണിന് സാധിച്ചു. ആഫ്റ്റർ റീഗെയിനിങ് ഹെൽത്ത്, ദ യങ് മാൻ ടോൾഡ് ദം ഹിസ് സ്റ്റോറി.
അങ്ങനെ തൻ്റെ ശക്തിയൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കുറിച്ച്, തൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിടെ കൂടി നിന്നിരുന്ന ലാൻഡ് ലേഡിയോടും ആ പോലീസ് ഓഫീസറോടും ഡോക്ടർ ക്രോണിനോടുമൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി. His name was John and he was an orphan and his uncle found him a job in the town. അപ്പോൾ ആ ചെറുപ്പക്കാരൻ്റെ പേര് ജോൺ എന്നായിരുന്നു. അദ്ദേഹം ഒരു ഓർഫനായിരുന്നു, അനാഥനായിരുന്നു. അദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ഒരു അങ്കിള് മാത്രമാണ്. അങ്കിള് ഒരു ജോലി ആ ഒരു ലണ്ടൻ നഗരത്തിൽ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. Soon he made a bad companions and like a young fool ran after pleasure of life. അപ്പോൾ പ്രത്യേകിച്ച് ജീവിതത്തിൽ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ധാരാളം ചീത്ത കൂട്ടുകെട്ടുകൾ ജോണിൻ്റെ ജീവിതത്തിലുണ്ടായി. അതുപോലെ സാധാരണ ചെറുപ്പക്കാരൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ജീവിതത്തിൻ്റെ സന്തോഷം അന്വേഷിച്ച് അദ്ദേഹം യാത്ര തുടങ്ങി. He borrowed huge amounts, pledged all things and stole some money from his office safe and gambled. അപ്പോൾ ധാരാളം പണം അദ്ദേഹം കടം വാങ്ങി, തൻ്റെ സാധനങ്ങളൊക്കെ പണയപ്പെടുത്തി, അതുപോലെ തന്നെ ഓഫീസ് സേഫിൽ നിന്ന് കുറച്ച് പണവും അദ്ദേഹം മോഷ്ടിച്ചു. ഇതൊക്കെ ചെയ്തിരുന്നത് ഗാംബ്ലിംഗ് നടത്താൻ വേണ്ടി, ചൂതാട്ടം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഈ പണമൊക്കെ ഉപയോഗിച്ചത്. He lost everything and finally decided to end his own life, fearing a possible prosecution for the theft. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം മൊത്തം നഷ്ടമായി കഴിഞ്ഞപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മളുടെ മിസ്റ്റർ ജോൺ തീരുമാനിച്ചു. കാരണം ഇനി ഭാവിയിൽ വരാൻ വേണ്ടി പോകുന്ന ചോദ്യം ചെയ്യലുകളെ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ പേടിച്ചിട്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. Hearing his pathetic story, the trio, Dr. A.J. Cronin, the surgeon, the landlady, decided to help him to make a fresh start in his life. അങ്ങനെ ആ ചെറുപ്പക്കാരൻ്റെ ആ ഒരു കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ക്രോണിനും അതുപോലെ പോലീസ് ഓഫീസറും അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ലേഡിയുമൊക്കെ ഒരു പുതിയ തീരുമാനമെടുത്തു. അവർ 3 പേരും തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ തുടക്കം ആ ചെറുപ്പക്കാരന് തൻ്റെ ജീവിതത്തിൽ നൽകാമെന്ന് അവർ തീരുമാനിച്ചു. The surgeon decided not to report upon the case against the young man. അപ്പോൾ ആദ്യത്തെ ഓഫർ കൊടുത്തിരുന്നത് നമ്മളുടെ പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റും അതുപോലെ ആ തെഫ്റ്റും ഈ 2 കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ദ ലാൻഡ് ലേഡി ഓഫേർഡ് ഹിം എ മന്ത്സ് ഫ്രീ ബോർഡ്. അതുപോലെ ആ വീട്ടുടമസ്ഥ 1 മാസത്തോളം ഫ്രീ ആയിട്ട് അവിടെ താമസിക്കാനുള്ള ഒരു ഓഫറായിരുന്നു കൊടുത്തത്. Dr. A.J. Cronin gave him £7 and 10 shillings to put back in his office safe so that he could escape from the theft case. ഡോക്ടർ എ ജെ ക്രോണിൻ കൊടുത്തത് 7 പൗണ്ടും 10 ഷില്ലിങ്ങുമായിരുന്നു. എത്ര രൂപയാണോ ഓഫീസിൽ നിന്ന് മോഷ്ടിച്ചത് ആ പണമായിരുന്നു ഡോക്ടർ എ ജെ ക്രോണിൻ കൊടുത്തത്. അങ്ങനെ ആ പണം തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും. Recollecting all these incidents, Dr. Cronin realized that his investment of the meager amount turned out to be the best investment he ever made in his life, though it hadn't brought him any worldly profit. അങ്ങനെ ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ക്രോണിന് മനസ്സിലായി തൻ്റെ മുൻപിലിരിക്കുന്ന മിസ്റ്റർ ജോണസ് എന്ന് പറയുന്ന വ്യക്തിയാണ് താൻ 25 വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു മരണത്തിൽ നിന്ന് രക്ഷിച്ചത്. അന്ന് 7 പൗണ്ടും 10 ഷില്ലിങ്ങും ചിലവാക്കിയെങ്കിൽ അത് ഈ സമൂഹത്തിന് ഉതകുന്ന ഒന്നായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒന്നായിട്ട് അത് മാറുകയും ചെയ്തു. തനിക്ക് പേഴ്സണലായിട്ട് വലിയൊരു ലാഭമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് തൻ്റെ മുൻപിലിരിക്കുന്ന വ്യക്തിയെന്ന് മനസ്സിലാക്കുന്നിടത്താണ് ഈ ഒരു അനക്ഡോട്ട് അവസാനിക്കുന്നത്. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ആയിട്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കൂടി ഈ വീഡിയോയുടെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.